Okay, students. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഞാൻ 4th മൊഡ്യൂൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4th മൊഡ്യൂൾ കൺസ്ട്രക്ഷൻ സേഫ്റ്റി എന്ന് പറഞ്ഞ പോർഷൻസ് കണ്ടു, അതുപോലെ ഓൺട്രപ്രണർഷിപ്പ്, അത് രണ്ടിനെയും കുറിച്ച് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്, അതായത് തേർഡ് പാർട്ടായിട്ട് വരുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ക്വാളിറ്റി മാനേജ്മെന്റിൽ നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റി കൺസെപ്റ്റ്സ്, ബേസിക് TQM കൺസെപ്റ്റ്സ്. TQM എന്ന് വെച്ചാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ ബേസിക് TQM കൺസെപ്റ്റ്സ്, എലമെന്റ്സ് ഓഫ് TQM, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, BIS versus ISO, various ISO standards related to construction, merits and demerits of ISO standardization. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്വാളിറ്റി കൺസെപ്റ്റ്സ്. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കാപ്പബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. അതായത് നമ്മളെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് സാറ്റിസ്ഫൈ ആയിരിക്കണം, അല്ലേ? അതിനാണ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ആവുള്ളൂ കസ്റ്റമർക്ക്, അല്ലേ? സോ അതിനെയാണ് നമ്മൾ ആ ഒരു അതായത് കസ്റ്റമർ സാറ്റിസ്ഫൈ ആയെങ്കിൽ ആണ് നമ്മൾ ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതായത് എ പ്രോഡക്റ്റ് ഓർ എ സർവീസ്, ഒരു പ്രോഡക്റ്റ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും ഈ സെറ്റ് ടു ഹാവ് ക്വാളിറ്റി, അതിന് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാ? ഇഫ് ഇറ്റ് സെർവ്സ് ദ ഇന്റൻഡഡ് പർപ്പസ്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അത് കറക്റ്റ് ആയിട്ട് നടന്നെങ്കിൽ, അതായത് ഇഫ് ഇറ്റ് സെർവ്സ് ദ ഇന്റൻഡഡ് പർപ്പസ് വെരി വെൽ, അത് കറക്റ്റ് ആയിട്ട് അതുകൊണ്ടുള്ള പർപ്പസ് നടന്നെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ സർവീസിന് ഒരു ക്വാളിറ്റി ഉണ്ട്, ഗുഡ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം, അല്ലേ? ഫോർ ദ ഡിസൈൻ പീരിയഡ് വിത്തൗട്ട് മേജർ മെയിൻ്റനൻസ്. അതായത് ഇപ്പം നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ, സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക, അതിനൊക്കെ ഒരു ഡിസൈൻ പീരിയഡ് വെച്ചിട്ടല്ലേ, സേ 20 years അല്ലെങ്കിൽ 30 yearsന് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസൈൻ പീരിയഡിൽ മേജർ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ, ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും, പക്ഷെ മേജർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ആ ഒരു ഇതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസിൻ്റെ പർപ്പസ് നടന്നെങ്കിൽ, ഇപ്പം ആ ഒരു ബ്രിഡ്ജ് എന്തിനാ നമ്മൾ ഉണ്ടാക്കി, ആ പർപ്പസ് അത് കംപ്ലീറ്റ് ആയിട്ട് നടന്നു, മേജർ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ആ ഡിസൈൻ പീരിയഡിൽ ആ ഒരു 20 yearsനൊക്കെ ആ പർപ്പസ് നടന്നെങ്കിൽ ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം, അല്ലേ? Quality with reference to construction refers to meeting the standards and specifications ensuring durability. അതായത് കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് അത്? സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ മീറ്റ് ചെയ്തിരിക്കണം, അല്ലേ? നമ്മുടെ കൺസ്ട്രക്ഷന് നമ്മൾ ഓരോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാറില്ലേ? സോ അതൊക്കെ മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ എൻഷുറിങ് ഡ്യൂറബിലിറ്റി, ഡ്യൂറബിളും ആയിരിക്കണം, അതായത് കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അത് പെട്ടെന്ന് കൊളാപ്സ് ആയി പോയി, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഡ്യൂറബിൾ ആയിരിക്കണം, നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുള്ളൂ, അല്ലേ? ഇപ്പം അടുത്തായിട്ട് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് എലമെന്റ്സ് ഓഫ് TQM. TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ കോൺഷ്യസ് എഫേർട്ട്. അതായത് ക്വാളിറ്റി നമുക്ക് എന്താ ആക്സിഡന്റൽ ആയിട്ട് അല്ലെങ്കിൽ കാഷ്വലി സംഭവിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല, അറിയാണ്ട് സംഭവിച്ചു പോകേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് നമ്മൾ കോൺസ്റ്റന്റ് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കണം ക്വാളിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് വെറുതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് എടുക്കണം, അതല്ലാതെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, അല്ലേ? സോ ക്വാളിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ കോൺഷ്യസ് എഫേർട്ട്. അതുപോലെ ക്വാളിറ്റി ഈസ് കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ്. അതെന്താ? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥിരത വേണം, അതായത് ഡൂയിങ് തിങ്സ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം ആൻഡ് എവറി ടൈം. അതായത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ആദ്യം, അതായത് എല്ലാ സമയത്തും നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ ഒരു സ്ഥിരതയുള്ള കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എവറി പേഴ്സൺ ആൻഡ് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് ക്വാളിറ്റി. ക്വാളിറ്റി അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും റെസ്പോൺസിബിൾ ആണ് ഇതിന് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അതുപോലെ ടോട്ടൽ ക്വാളിറ്റി ഈസ് അച്ചീവ്ഡ് ബൈ ഫോമിങ് എ ക്വാളിറ്റി സർക്കിൾ, ദാറ്റ്സ് എ ടീം. അതാണ് നമ്മൾ പറഞ്ഞ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവര്
അങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല അല്ലെ. അതായത് ഇപ്പൊ ക്വാളിറ്റി ഇത്ര ക്വാളിറ്റി ആയി ഇനി മതി അങ്ങനെ നമ്മൾ വിചാരിക്കില്ലല്ലോ. എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അല്ലെ, എത്രത്തോളം ക്വാളിറ്റി കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ചെയ്യുക. അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്, ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഓക്കെ. സോ മെയിൻ പോയിന്റ്സ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി. ക്വാളിറ്റിയിലെ മെയിൻ പോയിന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫൈ ആയിരിക്കണം, അത് മെയിൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ ലീൻ മാനുഫാക്ചറിങ്, അതായത് വേസ്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അധികം വേസ്റ്റേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സീറോ ഡിഫക്റ്റ് മാനുഫാക്ചറിങ്, അതായത് ഡിഫക്ട്സ് ഉള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഉണ്ട് എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. സോ സീറോ ഡിഫക്റ്റ് മാനുഫാക്ചറിങ് ആയിരിക്കണം. മെയിൻറ്റെയിനിങ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ എംപ്ലോയി വെൽഫെയർ മെഷേഴ്സ്, അതായത് തൊഴിലാളികൾക്ക് ആവശ്യമുള്ള അവരുടെ നല്ലതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവട്ടെ, ടേക്കൺ കെയർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ അഡോപ്ഷൻ ഓഫ് എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ്, അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം എൻവയോൺമെന്റലിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കരുത്. സോ അതിനുള്ള എൻവയോൺമെന്റൽ പ്രിസർവ് ചെയ്യാനുള്ള മെഷേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ടാവണം. അതുപോലെ കൺട്രോൾ ഓവർ കാർബൺ എമിഷൻസ്, കാർബൺ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അതൊക്കെ നമ്മുടെ ക്വാളിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്റ്റാൻഡർഡൈസേഷൻ, അതായത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം നമ്മൾ. ഓരോ ഓരോ പ്രോസസ്സിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ക്വാളിറ്റി പ്ലാനിങ് വേണം, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നടത്തണം ഈ ക്വാളിറ്റി. അല്ലാണ്ട് ഇന്നത് മതി അങ്ങനെ വിചാരിച്ചിരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി. റിലയബിലിറ്റി, എക്കണോമി എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ. ഓക്കെ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് സ്റ്റാൻഡേർഡൈസേഷൻ. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫോർമുലേറ്റിംഗ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. അതായത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു പ്രോസസ്സോ എന്തെങ്കിലും ആണെങ്കിലും അതിന് ഓരോ സ്പെസിഫിക്കേഷൻസ്, ഓരോന്ന് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ ഓരോ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ട് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഈസ് നീഡഡ് ടു എൻഷുർ. എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്? ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരേ സാധനം എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരേ സാധനം ഒരേ പ്രൊഡക്റ്റ് രണ്ട് ഫാക്ടറീസ് മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പം അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എന്താ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പോലെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. സോ അത് ചിലപ്പോൾ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാവും. ഓക്കെ. സോ അത് എൻഷുർ ചെയ്യാൻ, ക്വാളിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ എന്താ, സ്റ്റാൻഡേർഡൈസേഷൻ തന്നെ വേണം. അപ്പോൾ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഡക്ട്സ് ഒക്കെ കറക്റ്റ് ആ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ഉണ്ടാക്കാൻ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ കറക്റ്റ് സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ, സ്റ്റാൻഡേർഡൈസേഷൻ വേണം. സോ സ്റ്റാൻഡേർഡൈസേഷൻ എന്തിനാ? ഇറ്റ് ഈസ് നീഡഡ് ടു എൻഷുർ ക്വാളിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ. യൂണിഫോമിറ്റി ഇൻ ഇൻഡസ്ട്രി, അതാണ് ഞാൻ പറഞ്ഞ യൂണിഫോമിറ്റി വേണം. അതായത് ഒരേപോലെ ആവണമെങ്കിൽ ഇപ്പോൾ ഒരേ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് ഫാക്ടറീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു യൂണിഫോമിറ്റി വേണമെങ്കിൽ എന്താ, അതിനൊരു കോമൺ സ്റ്റാൻഡേർഡ് വേണം അല്ലേ. അതുപോലെ പോർട്ടബിലിറ്റി, യൂണിവേഴ്സൽ അഡാപ്റ്റബിലിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ വേറെയുള്ള രാജ്യങ്ങളൊക്കെ അത് അഡാപ്റ്റ് ചെയ്യണമെന്നെങ്കിൽ എന്താ, അതിനൊരു സ്പെസിഫൈ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം, അത് കീപ്പ് ചെയ്യണം. അതുപോലെ അവോയ്ഡൻസ് ഓഫ് കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് നല്ലതാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ പോലെ ഉണ്ടാക്കിയിട്ട് ആകെ ഇതാവും. സോ അതുപോലെ എന്താ, അവൈലബിലിറ്റി ഓഫ് സ്പെയേഴ്സ് ടു ഇംപ്രൂവ് ദ മാർക്കറ്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് മാസ് പ്രൊഡക്ഷൻ, സെക്യൂറിംഗ് കസ്റ്റമേഴ്സ് കോൺഫിഡൻസ്, കോൺട്രാക്റ്റിംഗ് ആൻഡ് ലീഗൽ ഡോക്യുമെന്റേഷൻ ആൻഡ് ടു പ്രിവെന്റ് അൺഫെയർ പ്രാക്ടീസസ്. അതായത് ഇപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെയൊക്കെ ഇതുണ്ടാവും. അപ്പം അങ്ങനത്തെ അൺഫെയർ പ്രാക്ടീസസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS എന്ന് പറയുന്നത്. അതായത് ദ ബോഡി റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ, അതാണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്.
അപ്പൊ ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഫോർ പ്രൊഡക്ട്സിനാവാം. അതിപ്പോ BIS ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. എന്താ പ്രൊഡക്ട്സ്, ഓരോ സാധനങ്ങളുടെ ഒക്കെ ക്വാളിറ്റി അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതാണ് എന്താ BIS ഒക്കെ. പക്ഷെ അല്ലെങ്കിൽ പ്രോസസ്സ്, ഓരോ എന്താ ഒരു പ്രൊഡക്ട്സ് മാത്രമല്ല, ഓരോ പ്രോസസ്സസും ഓരോ പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഓരോ ഇപ്പൊ എൻവയോൺമെന്റൽ ലാബിൽ, അതുപോലെ എല്ലാ ലാബിലും നിങ്ങൾ ഓരോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രൊസീജിയർ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ലേ കീപ്പ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ പ്രോസസ്സിന് സ്റ്റാൻഡർഡൈസ് ചെയ്യാം, അതുപോലെ പ്രൊഡക്ട്സിന് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഇതൊന്നും അല്ലാണ്ട് എന്താ ജനറൽ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും, ഓർ ജനറിക് ഇൻ നേച്ചർ. അതായത് ഇത് എല്ലാത്തിനും കൂടെയുള്ള സ്റ്റാൻഡേർഡ്, അതാണ് ISO സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഈ BIS സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ പ്രൊഡക്ട്സിനുള്ള സ്റ്റാൻഡർഡൈസേഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ISO എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. അത് ജനറിക് ഇൻ നേച്ചർ ആണ്, എന്ന് വെച്ചാൽ എല്ലാത്തിനും, പ്രൊഡക്ട്സിനും പ്രോസസ്സിനും എല്ലാത്തിനും കൂടി പറയുന്നതാണ് ISO സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ISO എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസോർഷ്യം ഓഫ് വേരിയസ് സ്റ്റാൻഡർഡൈസേഷൻ ബോഡീസ് ഹു ആർ ദ സിഗ്നറ്ററീസ് ഇൻ ISO. അതായത് ഇതുപോലെ BIS പോലുള്ള വേരിയസ് സ്റ്റാൻഡർഡൈസേഷൻ ബോഡീസിന്റെ ഒരു കൂട്ടായ്മ, കൺസോർഷ്യം ആണ് എന്ത് ISO എന്ന് പറയുന്നത്. ISO എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, സോ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കമ്പാരിസൺ ബിറ്റ്വീൻ BIS ആൻഡ് ISO. BIS-ഉം ISO-വും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ BIS-ലാണെങ്കിൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോഡക്ട്സ് ആണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതാണ് BIS, ഈസ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് ബോഡി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആണ് കേട്ടോ അത്. വർക്കിംഗ് അണ്ടർ ദ ഏജീസ് ഓഫ് മിനിസ്ട്രി ഓഫ് കസ്റ്റമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത്രയും ഇതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ BIS. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട്. ഇതിനൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ട് 1986, വിച്ച് കെയിം ഇൻ ടു എഫക്ട് ഓൺ 1986 ഡിസംബർ 23-നാണ് ആക്ട് നിലവിൽ വന്നത്. BIS ഇൻവോൾവ് ഇൻ പ്രൊഡക്റ്റ് സർട്ടിഫിക്കേഷൻ. ഓരോ പ്രൊഡക്റ്റിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന, നമ്മൾ കേട്ടിട്ടില്ലേ ISI മാർക്കുള്ള പ്രൊഡക്റ്റ് ആണോ, നമ്മൾ ചിലപ്പോൾ ഓരോന്ന് വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ ISI മാർക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറില്ലേ. അതെന്താ, ഈ സ്റ്റാൻഡർഡൈസേഷൻ, ഈ BIS എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഓരോ പ്രൊഡക്റ്റിനും. അതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻസും മീറ്റ് ചെയ്തുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ അതിന് ISI മാർക്ക് കൊടുക്കും. അതാണ് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ, ഓരോ ഫർണിച്ചർ ഒക്കെ വാങ്ങിക്കുമ്പോൾ ISI മാർക്ക് ഉണ്ടോ എന്നൊക്കെ, പാത്രങ്ങൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല ISI മാർക്ക് ഉണ്ടോ എന്നുള്ളത്. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ BIS-ന്റെ ഹോൾമാർക്കിനാണ് നമ്മൾ ISI എന്ന് പറയുന്നത്. അപ്പൊ BIS പറഞ്ഞിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും മീറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് എങ്കിൽ അതിന് ISI സർട്ടിഫിക്കേഷൻ കൊടുക്കും. ഓക്കെ, പക്ഷെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO എന്ന് പറഞ്ഞാൽ എന്താ, ആൻഡ് ഇന്റർനാഷണൽ കൺസോർഷ്യം ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ബോഡീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് വേരിയസ് സ്റ്റാൻഡർഡൈസേഷൻ ബോഡീസിന്റെ ഒരു കൂട്ടായ്മയാണ് ISO. അത് ഇന്റർനാഷണൽ ആയിട്ടുള്ളതാണ്. BIS എപ്പോഴും ഇന്ത്യന്റെ മാത്രമാണ്. ഓക്കെ, The International Organization for Standardization is an international standard setting body composed of representatives from various national standard organization. അതായത് different national standard organizations ഉള്ള അവരെല്ലാം റെപ്രസെന്റേറ്റീവ്സിനെ എല്ലാം കൂടെ കമ്പോസ് ചെയ്തിട്ടുള്ള, അവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയാണ് എന്ത് ISO. അതുപോലെ അത് എന്നാണ് 1947 23rd ഫെബ്രുവരിയിലാണ് അത് നിലവിൽ വന്നത്. The organization promotes worldwide proprietary industrial and commercial standards. അപ്പം മൊത്തം വേൾഡ് വൈഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ISO ഓർഗനൈസേഷൻ ആണ്. Now it has 162 members. ജനുവരി 2018 ആയപ്പോഴത്തേക്ക് അതിൽ 162 മെമ്പേഴ്സ് ഉണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ISO-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പൊ ISO എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ BIS സ്റ്റാൻഡർഡൈസേഷൻ ഈസ് മെയിൻലി കൺഫൈൻഡ് ടു പ്രോഡക്ട്സ്. അതൊരു പ്രൊഡക്ട്സിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, മീറ്റിംഗ് ദ BIS സ്റ്റാൻഡേർഡ്സ്. ദ പ്രോസസ് ഫോളോഡ് ഓർ ഇറ്റ്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഈസ് സെൽഡം കൺസിഡേർഡ്. അതായത് നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത പ്രോസസ്സ്, അല്ലെങ്കിൽ അത് കാരണം എന്തെങ്കിലും എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ BIS സ്പെസിഫിക്കേഷൻസിൽ കൂടുതൽ വരുന്നത്. അവർ അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ISO സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ജനറിക് ഇൻ നേച്ചർ,
എല്ലാം ചെക്ക് ചെയ്യും. ആൻഡ് ദ സെയിം സ്റ്റാൻഡേർഡ് ഇസ് അപ്ലിക്കബിൾ ടു ആൾ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ്. ഇത് എല്ലാ ഓർഗനൈസേഷൻസിനും അപ്ലിക്കബിൾ ആണ്. അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ഫോളോയിങ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ വിൽ റിസൾട്ട് ഇൻ ക്വാളിറ്റി. അതായത് ISO പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തായാലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് അവർ പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് എന്തായാലും ക്വാളിറ്റി ഉണ്ടാവും. അതാണ് അവരുടെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, അതാണ് BAS ആൻഡ് ISO കമ്പാരിസൺ വരുന്നത്. അടുത്തത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ISO സ്റ്റാൻഡേർഡൈസേഷൻ. ഈ ISO സ്റ്റാൻഡേർഡൈസേഷന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്തൊക്കെയാണ്? ISO സ്റ്റാൻഡേർഡ്സ് ജനറിക് ആണ്, നമ്മൾ പറഞ്ഞു. എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയാലും പ്രോസസ് ആയാലും എല്ലാത്തിനും. മെയിൻലി ഫോക്കസ് ഓൺ ഡോക്യുമെന്റേഷൻ. അതായത് അവരെപ്പോഴും ഡോക്യുമെന്റേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവരിത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഡോക്യുമെന്റ്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വെറുതെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നമ്മൾ ചെയ്തത് അതായിരിക്കണം എന്നില്ല, പക്ഷെ ഡോക്യുമെന്റ് നമുക്ക് പേപ്പർ വർക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയാണെന്നുള്ള രീതിയിൽ. അത് കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം. സോ അത് എന്താ ISO സ്റ്റാൻഡേർഡ്സിന്റെ ഒരു മെയിൻ, അത് ഡോക്യുമെന്റേഷനിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. അതുപോലെ നോട്ട് എ സിംഗിൾ ബോഡി ബട്ട് എ കൺസോർഷ്യം ഓഫ് മെനി സർട്ടിഫൈയിങ് ബോഡീസ് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് ഏജൻസീസ് മേ കോസ് ഡീവിയേഷൻസ് ഇൻ സ്ട്രിക്ട്ലി എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് അവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു എല്ലാ ഓർഗനൈസേഷൻസിന്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അതിൽ പ്രൈവറ്റ് ഏജൻസീസും വരാം. സോ അവര് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചിലപ്പോൾ അതിലൊക്കെ ഡീവിയേഷൻസ് വരാം. കാരണം എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ISO. സോ ആർക്കെങ്കിലും അവരെ എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെ ഒരു ഇതുണ്ട്. അതൊരു ഡീമെറിറ്റ് ആണ്. ഓക്കെ, അതുപോലെ വേരിയസ് ISO സ്റ്റാൻഡേർഡ്സ് സ്പീക്ക് അബൌട്ട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. ഓരോ ISO സ്റ്റാൻഡേർഡ്സും ഓരോ പാരാമീറ്റേഴ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് തന്നെ എന്താ ഒരു ഡൗട്ട് തോന്നാം. അപ്പോൾ കസ്റ്റമർ ഓഫൺ മിസ്ഗൈഡഡ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഓഫേർഡ് ഓർ ദ പ്രോഡക്റ്റ് പർച്ചേസ്ഡ്. സോ ക്വാളിറ്റിയിൽ ഒരു എന്താ കസ്റ്റമർക്ക് തന്നെ ഡൗട്ട് തോന്നും. കാരണം ഓരോ ISO സ്റ്റാൻഡേർഡ്സും ഓരോ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കസ്റ്റമർക്ക് തന്നെ ഡൗട്ട് തോന്നും ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അതുപോലെ പീരിയോഡിക്കൽ ഓഡിറ്റിംഗ് എലോൺ കനോട്ട് എൻഷുർ കൺസിസ്റ്റന്റ് ക്വാളിറ്റി. ISO എന്താ എപ്പോഴും ചെയ്യുന്നത്, പീരിയോഡിക്കൽ ആയിട്ട് ഓഡിറ്റ് ചെയ്യും. ആ ഓഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പീരിയോഡിക് ഓഡിറ്റിംഗ് മാത്രം കൊണ്ട് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. മേജർ മെറിറ്റ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ്. അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്, അത് വേൾഡ് വൈഡ് അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് അതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. CMSC, അതായത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ 4th മൊഡ്യൂളാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 4th മൊഡ്യൂളിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് പോർഷൻ കൺസ്ട്രക്ഷൻ സേഫ്റ്റി, അത് നമ്മൾ നോക്കി. പിന്നെ ഓൺട്രപ്രണർഷിപ്പ്, അത് നമ്മൾ നോക്കി. ഇപ്പോൾ ലാസ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ്, അതും നമ്മൾ നോക്കി. അങ്ങനെ 3 പോർഷൻസ്. അതിൽ ഈ ക്വാളിറ്റി മാനേജ്മെന്റിൽ അവസാനം ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, വേരിയസ് ISO സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ. അതായത് കുറെ ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനാണ്. ISO 9000, ISO 14000, ISO 22000, അങ്ങനെ കുറെ. സോ ഇപ്പൊ എക്സാമ്പിൾ ISO 22000 ആണെങ്കിൽ അത് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്, അതിന് വേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ്. അങ്ങനെ ഓരോന്ന്. അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് കുറെ ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് എന്താന്ന് വെച്ചാൽ ഈ വേരിയസ് ISO സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റെലവൻസ് എന്താണെന്നും കൂടെ നോട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങളുടെ അസൈൻമെന്റ് ഈ മൊഡ്യൂളിൽ നിന്ന്. അസൈൻമെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എപ്പോഴത്തേക്കാന്നുള്ളത് ഡേറ്റ് ഞാൻ പറയാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്നാന്നുള്ളത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം എന്നത്തേക്കാന്നുള്ളത്. ഇപ്പൊ തൽക്കാലം നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ ലെക്ചേഴ്സ് ഞാനിപ്പം 3 മൂന്നാമത്തെയാണിത്, 3 തന്നു. അങ്ങനെ നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. 3 ലെക്ചേഴ്സും എല്ലാവരും കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, പറയുന്ന പോലെ പഠിക്കുക. പിന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. കാരണം ഇതൊക്കെ തിയറി പേപ്പറാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക, അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്
എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ ഞാൻ റെക്കോർഡഡ് ക്ലാസ് ആണ് ഇപ്പൊ ഈ 4th മൊഡ്യൂളിന് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, ക്ലാസ് റെക്കോർഡഡ് വേണോ അതോ ലൈവ് ക്ലാസ് ആണോ വേണ്ടത് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആരാന്ന് വെച്ചാൽ റെപ്പിനെ ഒന്ന് അറിയിക്കുക. റെപ്പ് എന്തായാലും അതൊന്ന് കളക്ട് ചെയ്യുക, എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കളക്ട് ചെയ്യുക, ഏതാണ് ലൈവ് ആണോ ഇൻട്രസ്റ്റ് അതോ റെക്കോർഡഡ് ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മൊഡ്യൂൾ തൊട്ട് അതിനനുസരിച്ച് ചെയ്യാം. റെക്കോർഡഡ് വേണമെങ്കിൽ റെക്കോർഡഡ് തരാം, അല്ല ലൈവ് എടുക്കണമെങ്കിൽ ലൈവ് എടുക്കാം, എങ്ങനെയാന്ന് വെച്ചാൽ. ഇപ്പം എന്തായാലും ഓഫീസ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് റെക്കോർഡഡ് തരുന്നത്. പിന്നെ ഞാൻ കോളേജിലും ഇല്ല, വേറെ കുറേ ഡ്യൂട്ടി ഉണ്ട്, അത് കാരണമാണ് ഇപ്പം റെക്കോർഡഡ് ഇടുന്നത്. അപ്പോൾ ലൈവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റെപ്പിനെ ഒന്ന് അറിയിക്കുക, റെപ്പ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ റെക്കോർഡഡ് ആണോ ലൈവ് ആണോ എന്നെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.